മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമാമിസ് ആണ്. മെഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെന്റ്സ് എന്ന ചാപ്റ്ററിൽ മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ് അനുഭവ മണ്ഡപവും വീരശൈവ പ്രസ്ഥാനവും. എന്താണെന്ന് നോക്കിയാലോ. നമുക്കറിയാം, നമ്മുടെ ഭക്തി പ്രസ്ഥാനത്തിന്റെ 3 പ്രൊപ്പഗേറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ബസവണ്ണ, കബീർ, ഗുരു നാനക് അല്ലെ. അപ്പൊ ഇതില് നമ്മുടെ ആരാണ്? ബസവണ്ണ സ്ഥാപിച്ചതാണ് അനുഭവ മണ്ഡപവും വീരശൈവ പ്രസ്ഥാനവും. അപ്പൊ ഇത് നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും എക്സാമിന് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. യെസ്, എന്താണ് വീരശൈവ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ബ്രാഹ്മണരുടെ മുൻഗണന വേദങ്ങളുടെ പ്രാമാണികത ചോദ്യം ചെയ്തു. ഒന്നുമില്ല, പ്രാമാണികത എന്താണ്? യെസ്, പണ്ട് ഈ ഒരു ബ്രാഹ്മണ മേധാവിത്വമായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ. അപ്പൊ ഇതെന്താണ്? ഈ ഒരു വീരശൈവ പ്രസ്ഥാനಕ್ಕೆ എന്ത് ചെയ്തെന്ന് പറയുന്നത്, അവർക്കുണ്ടായ ബ്രാഹ്മണന്മാർ അനുഭവിച്ചിരുന്ന ആ ഒരു മുൻഗണനയിലായിരുന്നു. അവർക്ക് എന്താണ് ഭയങ്കര മുൻഗണന, പ്രയോറിറ്റിക്കായിരുന്നു. അതിനൊക്കെ എന്താണ് ചോദ്യം ചെയ്തു. അതായത് പിന്നെ എന്താണ് ക്വസ്റ്റ്യൻ, ബ്രാഹ്മിക്കൽ സുപ്രീമസി, ഒതന്റിസിറ്റി ഓഫ് വേദാസ്, അതുപോലെ എന്താ പീപ്പിൾ വർ എഡ്യൂക്കേറ്റഡ് എഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് വുമൺ. അതായത് ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. അതുപോലെ മൊണോത്തസത്തെ എൻകറേജ് ചെയ്തു. ഏകദൈവ വിശ്വാസത്തെ എന്ത് ചെയ്തു? എൻകറേജ് ചെയ്തു. ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ ഓരോ തൊഴിലിനും ഓരോ ജോബിനും അതിൻ്റെതായ ഗ്രേറ്റ്നെസ്, മഹത്വം ഉണ്ടെന്ന് എന്താണ് ജനങ്ങളെ പറഞ്ഞ് ബോധവൽക്കരിച്ചു. തൊഴിലിന്റെയും അധ്വാനത്തിന്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. കൺവിൻസ് ദ പീപ്പിൾ അബൌട്ട് ദ ഗ്രേറ്റ്നെസ് ഓഫ് വർക്ക് ആൻഡ് ലേബർ. അതായത് ഓരോ തൊഴിലിന്റെ എന്താണ് ഗ്രേറ്റ്നെസ്സിനെ കുറിച്ച് ജനങ്ങളെ കൺവിൻസ്ഡ് ആക്കി, ബോധവൽക്കരിച്ചു ഈ ഒരു വീരശൈവ പ്രസ്ഥാനത്തിലൂടെ. അതുപോലെ വീരശൈവ പ്രസ്ഥാനം എന്തിനെ ക്വസ്റ്റ്യൻ ചെയ്തു എന്നറിയോ? ചൈൽഡ് മാരേജിലെ ചെറിയ കുട്ടികളെ വിവാഹം കഴിപ്പിക്കുന്നില്ലേ, ചൈൽഡ് മാരേജിന് എന്താണ് ക്വസ്റ്റ്യൻ ചെയ്തു അല്ലെ. ഹി ഒപ്പോസ്ഡ് ചൈൽഡ് മാരേജ് ആൻഡ് എൻകറേജ് മാരേജ് ആഫ്റ്റർ പ്യൂബേർട്ടി. അതായത് പ്രായപൂർത്തി വിവാഹത്തെ എന്താണ് അദ്ദേഹം എന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിച്ചു. വിഡോ മാരേജിന് എന്താണ് പ്രോത്സാഹിപ്പിച്ചു. എന്തിനെയാണ് എതിർത്തത്? ചൈൽഡ് മാരേജിനെ എതിർത്തു. അപ്പൊ ഇതാണ് വീരശൈവ പ്രസ്ഥാനത്തിന്റെ ആക്ടിവിറ്റീസ്. ഇത് പഠിച്ചു വെക്കണേ. അതുപോലെ ഒന്നാണ് അനുഭവ മണ്ഡപം. ഇതെന്താണ്? ഇതൊരു സ്പിരിച്വൽ ഫോറം കേട്ടോ. അതായത് ആത്മീയ ചർച്ചാ വേദിയാണ്. എന്താണ്? ബസവണ്ണ സ്ഥാപിച്ചതാണ്. ഇത് സ്ഥാപിച്ചത് ആരാണ്? ബസവണ്ണ തന്നെയാണ്. പക്ഷെ ഇതിന്റെ എന്താണ് ഈ ഒരു അനുഭവ മണ്ഡപത്തിൽ നടക്കുന്ന ഡിസ്കഷന് ആരാണ് നേതൃത്വം നൽകിയെന്നറിയോ? അല്ലമ്മ പ്രഭുവും അക്ക മഹാദേവിയാണ് ഇതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്. നോക്കിക്കോ, അനുഭവ മണ്ഡപം വാസ് എ സ്പിരിച്വൽ ഫോറം ഫൗണ്ടഡ് ബൈ ബസവണ്ണ ഇൻ ദ 12th century CE. അല്ലമ്മ പ്രഭു ആൻഡ് അക്ക മഹാദേവി ലീഡ് ദ ഡിസ്കഷൻ ഇൻ ദ അനുഭവ മണ്ഡപം. ഈ ഒരു അനുഭവ മണ്ഡപത്തിലെ ഡിസ്കഷൻ എന്താണ് നേതൃത്വം നൽകിയിരുന്നത്? അല്ലമ്മ പ്രഭുവും അക്ക മഹാദേവിയും ആയിരുന്നു. അതുപോലെ ഇവിടെ എന്താണ് എല്ലാവർക്കും പ്രവേശനം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ജാതി ലിംഗ വ്യത്യാസങ്ങളില്ലാതെ അനുഭവ മണ്ഡപത്തിൽ എല്ലാവർക്കും എന്താണ് പ്രവേശനം ഉണ്ടായിരുന്നു. എവ്രിവൺ വാസ് അലൗഡ് ടു പാർട്ടിസിപ്പേറ്റ് in the discussion irrespective of caste and gender. കാസ്റ്റും ജെൻഡറും നോക്കാതെ എല്ലാവർക്കും പ്രവേശനം ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ അനുഭവ മണ്ഡപത്തിൽ എന്താ നടക്കുന്നതെന്നറിയോ? ഇവിടെ സ്പിരിച്വൽ ഡിസ്കഷൻ, അതായത് എന്താണ് ആത്മീയമായിട്ടുള്ള ചർച്ചകൾ. ഓക്കെ, അതുപോലെ റിന്യൂവൽ ഓഫ് നോളജ്, അറിവ് പുതുക്കൽ. ഇതായിരുന്നു ഈ ഒരു ഇവിടെ അനുഭവ മണ്ഡപത്തിൽ നടന്ന ചർച്ചകൾ എന്ന് പറയുന്നത്. എന്താ? അറിവ് പുതുക്കലും പിന്നെയോ യെസ് ആത്മീയമായ ചർച്ചകളുമാണ് നടന്നത്. നോക്കിക്കോ, ആത്മീയ ചർച്ചകൾക്കും അറിവ് പുതുക്കലിനും വേണ്ടിയിട്ടാണ് ജനങ്ങൾ അനുഭവ മണ്ഡപത്തിലെത്തി. ഇതൊരു ഡെമോക്രാറ്റിക് വേദി കേട്ടോ. ആ ഒരു ഇതാണ് കേട്ടോ സംഭവം. അതായത് ചർച്ചയിൽ അവിടെ ഇങ്ങനെ അനുഭവ മണ്ഡപത്തിൽ ഓരോരുത്തരും ഓരോ ആശയങ്ങൾ പറയില്ലേ, അവിടെ വരുന്ന ആശയങ്ങളെ വചനങ്ങൾ എന്നാണ് വിളിച്ചത്. വചനങ്ങൾ, നോട്ട് ദ പോയിന്റ്, വചനങ്ങൾ. എങ്ങനെങ്കിലും ചോദ്യം വരും കേട്ടോ. അനുഭവ മണ്ഡപത്തിൽ ഉയർന്നു വന്ന ആശയങ്ങളെ, ഐഡിയാസിനെ വചനങ്ങൾ എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ 2 എണ്ണം എൻ്റെ മക്കൾ എന്തായാലും പഠിച്ചോ. എക്സാമിന് ചോദിക്കുന്ന ഒരു പോർഷൻ തന്നെയായിരിക്കും അനുഭവ മണ്ഡപം, വീരശൈവ പ്രസ്ഥാനം. ഇത് 2 ഫൗണ്ട് ചെയ്തത് ആരാണ്? ബസവണ്ണ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതെന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കുക, സെറ്റ് ആക്കണം. ഓക്കെ, ബൈ ഗൈസ്.